ഇന്ന് നമ്മൾ പോകുന്നത് ഇറ്റലിയിൽ പഠിക്കുന്ന കുട്ടികളുടെയും പരീക്ഷ എഴുതുന്നവരുടെയും മധ്യസ്ഥനായ കുപ്രത്തീനോ പുണ്യവാളൻ്റെ ഖബറിടം കാണുവാനായിട്ടാണ്. ഞങ്ങൾ ഇറ്റലിയിൽ ഓസിമോ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് അധികം ബസ്സുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ടാക്സി പിടിച്ചു. ഞാനും ആൽബിനച്ഛനും ബേസിലച്ഛനുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ടാക്സിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഈ ഓസിമോയെക്കുറിച്ചും അതുപോലെ തന്നെ ഓസിമോ ചെറിയൊരു വില്ലേജാണ്, അത് മൊത്തം ചുറ്റപ്പെട്ട ഒരു മതിലുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ ഈ പിയാസയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ടാക്സി ഇറക്കി കുറച്ച് നമ്മൾ നടന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ബസിലിക്ക ദി സാൻ ജൂസപ്പെ കുപ്രത്തീനോ പുണ്യവാളൻ്റെ ബസിലിക്ക കാണാം. മനോഹരമായിട്ടുള്ള ഒരു ബസിലിക്കയാണ്. അതിൻ്റെ ഉള്ളിൽ കുപ്രത്തീനോ പുണ്യവാളൻ പറന്നു നിൽക്കുന്നതിൻ്റെയൊക്കെ പടങ്ങളും ഫ്രെസ്കോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പള്ളിയുടെ അടിഭാഗത്ത് ചെറിയൊരു കപ്പേളയുണ്ട്. അവിടെയാണ് കുപ്രത്തീനോ പുണ്യവാളൻ്റെ മൃതശരീരം റിലിക്കുകൾ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനൊക്കെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ കപ്പേളയുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അവിടെ പുണ്യവാളൻ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം പുണ്യവാളൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ടായിരുന്നു. എൻ്റെ പഠന സമയത്തെല്ലാം കുപ്രത്തീനോ പുണ്യവാളൻ പലതരത്തിലും സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുപ്രത്തീനോ പുണ്യവാളനെ കുറച്ച് നേരം ഇരുന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം അവിടെ തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ കയറി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും, ചെരുപ്പുകൾ, അദ്ദേഹത്തിൻ്റെ തിരുവസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന ബുക്കുകൾ, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും, അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്ന ഉടുപ്പ്, അന്നത്തെ കാലത്തെ ഫ്രാൻസിസ്കൻ ഡ്രസ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്ന ഊറാറ, കുർബാനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിരുവസ്ത്രങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല അവിടെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി തിരുശേഷിപ്പുകൾ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ അദ്ദേഹം കുർബാനയ്ക്ക് ഇട്ടിരുന്ന ആൽബ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അദ്ദേഹം ഉടുപ്പിൽ തൂക്കിയിരുന്ന ജപമാലയും അതുപോലെ തന്നെ ഉടുപ്പിൽ കെട്ടിയിരുന്ന വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുരിശുകൾ, ഇത് അദ്ദേഹം അരയിൽ കെട്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ബെൽറ്റാണ്. ഇന്നേ ദിവസം നമ്മൾ ഈ കുപ്രത്തീനോ പുണ്യവാളൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുട്ടികളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈ പുണ്യവാളം വഴി ഒരുപാട് അത്ഭുതങ്ങൾ എല്ലാ വിദ്യാർത്ഥികളുടെ മേലും പഠിക്കുന്ന കുട്ടികളുടെയും പരീക്ഷ എഴുതുന്നവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.